നിരന്തരമായിട്ടുള്ള ഗാർഹിക പീഡനം, അതായത് വീട്ടിൽ ഭർത്താവ് ഭാര്യയെ ഉപദ്രവിക്കുക, നിരന്തരമായിട്ട് ഒരു സ്ഥലം പോലും, ശരീരത്തിന്റെ ഒരു അണുവിട പോലും ഇല്ല ഇടിയും ചതവും ഏൽക്കാത്തത് എന്ന് വേണമെങ്കിൽ പറയാം. ഇത്തരത്തിലുള്ള ഒരു ക്ഷമകെട്ട സമയത്തിൽ അവൾ ചെയ്തു പോയ ഒരു ക്രൂരത, ആ ക്രൂരതയാണ് ഇപ്പോൾ വാർത്തയാകുന്നത്. പായസത്തില് വിഷം നൽകി, എന്നിട്ട് അബോധാവസ്ഥയിലായ ഭർത്താവിനെ ശ്വാസം മുട്ടിച്ചു കൊന്നു. ശ്വാസം മുട്ടിച്ചു കൊന്നത് മാത്രമാണോ കാര്യം? അല്ല, അത് കൊലപ്പെടുത്തുകയും ചെയ്തു, ബാത്റൂമിൽ കുഴിച്ചു മൂടുകയും ചെയ്തിരിക്കുന്നു. വിശ്വസിക്കാൻ ഏറെ ബുദ്ധിമുട്ടുണ്ടാവാം, പക്ഷേ ഇത് വിശ്വസിച്ചേ പറ്റും. ഇത്തരത്തിലൊരു കാര്യം നടന്നിരിക്കുന്നു. റൂബി ശർമ്മ എന്ന് പറയുന്ന യുവതി തനിക്കേൽക്കുന്ന ഇത്തരത്തിലുള്ള പരിക്കുകൾ, അതായത് അടിയും തൊഴിയും എല്ലാം സഹിച്ചു മടുത്ത ഒരു സമയത്ത് ചെയ്തു പോയതായിരിക്കാം എന്നാണ് പറയപ്പെടുന്നത്. സുരേന്ദ്ര ശർമ്മയെ ഇത്തരത്തിലാണ് വളരെ ദുരൂഹമായിട്ടുള്ള സാഹചര്യത്തിൽ കൊലപ്പെടുത്തി എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. കൊലപാതകം ഒളിപ്പിക്കാൻ വേണ്ടി ഈ യുവതി ചെയ്തത് മൃതദേഹം കുഴിച്ചു മൂടിയ ബാത്റൂം, അതായത് ബാത്റൂമിനടുത്ത് ഒരു കുഴിയെടുക്കുന്നു, അത് കുഴിച്ചു മൂടുന്നു, ഒടുവിൽ അതിനു മുകളിൽ കോൺക്രീറ്റ് ചെയ്ത ടൈലുകൾ പാകുന്നു. ആഴ്ചകളോളം റൂബി ശർമ്മ കണ്ണീരും കയ്യുമായിട്ട് നടന്നു. കണ്ടവരെല്ലാവരും പറഞ്ഞു, അയ്യോ എന്ത് പറ്റിപ്പോയി സുരേന്ദ്ര ശർമ്മയ്ക്ക്, എവിടേക്ക് പോയി ഈ യുവതി ഇട്ടുകൊണ്ട്, ഇയാൾ എന്ത് കണ്ണീ ചോരയില്ലാത്തവനാണ്, എവിടെയാണാവോ പോയത്? ഇത്തരത്തിലുള്ള വലിയ വലിയ വിലാപ വാക്കുകളും ഒക്കെ അവിടെ ഉണ്ടായി. റൂബി ആണെങ്കിൽ കണ്ണീര് തോരാതെയിരുന്നു. അങ്ങനെ തന്റെ ഭർത്താവ് എങ്ങോട്ട് പോയെന്നറിയാതെ വിഷമിച്ച ഒരു ഘട്ടത്തിൽ ഈ യുവതി കൊണ്ടുപോയി പോലീസിന് പരാതി നൽകുകയാണ്. തന്റെ ഭർത്താവിനെ കാണാനില്ല, അദ്ദേഹത്തെ അന്വേഷിച്ച് തനിക്ക് എത്രയും പെട്ടെന്ന് തന്റെ കൺമുൻപിൽ എത്തിച്ചു തരണം, അദ്ദേഹം ഇല്ലാതെ തനിക്ക് ജീവിക്കാനാകില്ല. എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല, കഴിഞ്ഞ കുറെ ദിവസങ്ങളായി അദ്ദേഹത്തെ കാണുന്നില്ല. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിറങ്ങി. കുറെ ദിവസങ്ങളായി ഒരാളെ കാണാനില്ല, മിസ്സിംഗ് ആണ് എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും പോലീസ് ഇടപെടുമല്ലോ. അങ്ങനെ പോലീസ് ഇടപെട്ട് കുറെ ദിവസങ്ങൾ, ആഴ്ചകളോളം റൂബി ശർമ്മ പറഞ്ഞ വഴിക്ക് അന്വേഷണം പോയിക്കൊണ്ടേയിരുന്നു. അവര് പറയുന്നിടത്തെല്ലാം അന്വേഷിക്കാൻ പോയി, എന്നാൽ യാതൊരു വിവരവും കിട്ടിയില്ല. പെട്ടെന്നാണ് പോലീസിന്റെ സംശയ ദൃഷ്ടിയിലേക്ക് ഒരു കാര്യം വരുന്നത്. സുരേന്ദ്ര ശർമ്മയെ കാണാനില്ല, പക്ഷേ സുരേന്ദ്ര ശർമ്മയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ATM കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഏറെ തുകകൾ പിൻവലിക്കുന്നതായിട്ട് വരികയാണ്, റിപ്പോർട്ട് കിട്ടുകയാണ്. അങ്ങനെയെങ്കിൽ ഇത് ആരാണ്, സുരേന്ദ്ര ശർമ്മ എവിടെ നിന്നെല്ലാമാണ് ഇത് പിൻവലിക്കുന്നത് എന്നറിയാനുള്ള അന്വേഷണത്തിലേക്ക് പോകുന്നു. അങ്ങനെ അന്വേഷണം നടത്തി വരുമ്പോഴാണ് ഈ ഒരു സംഭവം, ഈ ഒരു ക്രൂരകൃത്യം തെളിയുന്നത്. പോലീസ് പുറത്തുവിടുന്ന വിവരങ്ങൾ അനുസരിച്ച് പായസം ഉണ്ടാക്കി റൂബി ശർമ്മ തന്റെ ഭർത്താവിന് നൽകാനായിട്ട് അതിലേതാണ്ട് 20ഓളം ഉറക്ക ഗുളികകൾ പൊടിച്ചു ചേർക്കുകയാണ്. എന്തായാലും ഈ പായസം കഴിച്ച സുരേന്ദ്ര ശർമ്മ മയക്കത്തിലായി പോകുന്നു, മയങ്ങി വീഴുകയാണ്. അയാളുടെ കൈകാലുകളൊന്നും അനക്കാൻ കഴിയുന്നില്ല. തക്കം ഇത് തന്നെയെന്ന് നോക്കിക്കൊണ്ട് റൂബി ശർമ്മ ഭർത്താവിനെ ശ്വാസം മുട്ടിക്കുന്നു. സ്വാഭാവികമായും ഉറക്കത്തിൽ, അതായത് ഏതാണ്ട് 20ഓളം ഉറക്ക ഗുളികൾ ശരീരത്തിൽ ചെന്ന ഒരാൾക്ക് പ്രതിരോധിക്കാൻ കഴിയില്ലല്ലോ. തീർത്തും ഒരു ഗുളിക തന്നെ ചെല്ലുമ്പോഴുള്ള ഒരു അവസ്ഥ, അതായത് ഉറക്കം വന്നു കഴിഞ്ഞാൽ തന്നെയുള്ള ഒരു അവസ്ഥ എല്ലാവർക്കും അറിയാം. നമ്മൾ തീർത്തും ക്ഷീണിതരായി പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. ആ സാഹചര്യത്തിലാണ് തനിക്കെതിരെ ഇയാൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം റൂബി ശർമ്മ ശ്വാസം മുട്ടിച്ച് സുരേന്ദ്രനെ ഇല്ലാതെയാക്കുന്നത്. തുടർന്ന് വീടിനുള്ളിലെ ബാത്റൂമിന്റെ തറ തുരക്കുകയാണ് റൂബി ശർമ്മ. ഈ തറ തുറന്ന് സുരേന്ദ്ര ശർമ്മയെ അതിനുള്ളിലേക്ക് തള്ളുന്നു. ആർക്കും യാതൊരു തരത്തിലുമുള്ള സംശയവും തോന്നാത്ത രീതിയിൽ അവിടെ കോൺക്രീറ്റ് ചെയ്യുന്നു. കോൺക്രീറ്റ് ചെയ്ത് അതിനു മുകളിൽ ടൈല് പാകുക കൂടി ചെയ്യുന്നു. അങ്ങനെ ടൈല് കൂടി പാകിയപ്പോൾ അവിടെ യാതൊരു തരത്തിലുമുള്ള ഇത്തരത്തിലുള്ള ഒരു ക്രൂരകൃത്യം നടന്നതായിട്ടുള്ള തെളിവ് അവശേഷിക്കുന്നില്ല എന്നുള്ള അമിത ആത്മവിശ്വാസം കൂടി ഒരുപക്ഷെ റൂബി ശർമ്മയ്ക്ക് കൈവന്നിട്ടുണ്ടാകാം.
അങ്ങനെ അതിനുശേഷമാണ് റൂബി ശർമ്മ ഇത്തരത്തിൽ പോലീസിനെ കാണാൻ എത്തുന്നത്, പരാതി നൽകുന്നതുമൊക്കെ. ഭർത്താവ് എങ്ങോട്ടോ ഒളിച്ചോടി പോയി എന്ന രീതിയിലാണ് ഇവർ പോലീസിന് മുൻപിൽ കണ്ണീരൊഴുക്കുന്നത് മുഴുവൻ. ആഴ്ചകളോളം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പോലീസ് ഇതിന്റെ പിന്നാലെ പോവുകയാണ്. അതായത് റൂബി ശർമ്മ പറഞ്ഞതിനനുസരിച്ചാണ് ഇത്തരത്തിൽ അന്വേഷണം പോലും പോയത്. പിന്നീടാണ് ATM കാർഡ് ഉപയോഗിച്ചുകൊണ്ട് വലിയ തുകകൾ പിൻവലിക്കുന്നത് പോലീസിന്റെ സംശയദൃഷ്ടിയിൽ വരുന്നത്. അങ്ങനെയെങ്കിൽ സുരേന്ദ്ര ശർമ്മയെ കാണാനില്ല, ഇയാൾ എവിടെ നിന്നാണ് ഇത് പിൻവലിക്കുന്നത് എന്ന് കണ്ടെത്താൻ വേണ്ടി പോലീസ് നടത്തിയ സൈബർ അന്വേഷണമാണ് റൂബിയിലേക്ക് തന്നെ അന്വേഷണം എത്തുന്നത്. ഇതോടെ ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. ആദ്യമൊന്നും അനങ്ങിയില്ല. റൂബിക്ക് യാതൊരു കൂസലുമില്ലായിരുന്നു, പറഞ്ഞത് ആവർത്തിച്ചു കൊണ്ടിരുന്നു. എന്നാൽ പോലീസ് മൂന്നാം മുറ എടുത്ത് പ്രയോഗിക്കാൻ തുടങ്ങിയതോടുകൂടി മണിയായിട്ട് ഓരോ കാര്യങ്ങൾ റൂബി ശർമ്മ പോലീസിന് മുന്നിൽ പറയാൻ തുടങ്ങി. വർഷങ്ങളായിട്ട് സുരേന്ദ്രൻ തന്നെ ക്രൂരമായി പീഡിപ്പിക്കാറുണ്ടായിരുന്നുവെന്നും ആ ദേഷ്യത്തിലാണ് താൻ അയാളെ ഇല്ലായ്മ ചെയ്തത് എന്നുമാണ് റൂബി നൽകിയിരിക്കുന്ന മൊഴി. റൂബിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ ബാത്റൂമിലെ ടൈലുകളൊക്കെ പൊളിച്ച് സുരേന്ദ്രന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ പോലീസ് പുറത്തെടുത്തു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയക്കുകയും ചെയ്തു. ഈ ക്രൂരകൃത്യത്തിൽ റൂബിയെ മറ്റാരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്നുള്ള അന്വേഷണം കൂടി ഇപ്പോൾ നടക്കുന്നുണ്ട്. ഒരിക്കലും നമ്മൾക്ക് ഇത്തരം ക്രൂരകൃത്യങ്ങളെ ന്യായീകരിക്കാൻ കഴിയില്ല. പക്ഷെ അമിതമായ രീതിയിൽ ഭാര്യമാരെ അല്ലെങ്കിൽ പങ്കാളികളോട് ആക്രമണം നടത്തുന്നവർക്ക് ഉണ്ടാകാവുന്ന ഒരവസ്ഥ കൂടിയായി ഇത് മാറുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ ദിനം പ്രതി നമ്മുടെ കൺമുൻപിലൂടെ വന്നു പോവുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു നോട്ടത്തിനൊക്കെ അത് വായിച്ചു വിടുകയാണ് ചെയ്യുന്നത്. പക്ഷെ മനുഷ്യന്റെ മാനസികാവസ്ഥ മാറുന്ന ഒരു കാഴ്ച കൂടി ഇതിനുള്ളിൽ നിന്ന് ദൃശ്യമാകുന്നുണ്ട്. പങ്കാളികളെ, അത് ആണായാലും പെണ്ണായാലും, പെണ്ണുങ്ങളും ഉപദ്രവിക്കുന്നതുണ്ട് കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ആണായാലും പെണ്ണായാലും, ഇനി പ്രത്യേകിച്ച് സ്ത്രീകളെയാണ് ഏറ്റവും അധികം ഉപദ്രവിക്കുന്നത്. ഒരുപാട് വാർത്തകളാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്. യാതൊരു കാരണവും ഉണ്ടാവില്ല. മദ്യപാനമായിരിക്കാം, മയക്കുമരുന്ന് ഉപയോഗമായിരിക്കാം, ഇനി ഇതൊന്നും ആയിരിക്കില്ല. അയാൾ മറ്റെന്തെങ്കിലും തരത്തിലൊരു സൈക്കോപാത്ത് ആയിരിക്കാം. ഇത്തരത്തിലുള്ള ആളുകളെല്ലാം ചിലർ പറയും, മകന് കുറച്ച് ദേഷ്യം കൂടുതലാണ്. ആ ദേഷ്യം എന്തിനാണ് നമ്മൾ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന സ്ത്രീയുടെ അടുത്തേക്ക് എടുക്കുന്നത്? ക്ഷമയ്ക്കൊക്കെ ഒരു അതിരിട്ട് എന്ന് പറയുന്നത് പോലെയാണ് എല്ലാ കാര്യങ്ങളും. ഒരിക്കലും റൂബിയുടെ ക്രൂരകൃത്യത്തെ നമുക്ക് ന്യായീകരിക്കാനാവില്ല. പക്ഷെ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നിരവധി നടന്നിട്ടും വീണ്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മനുഷ്യന്റെ സ്വഭാവത്തിൽ യാതൊരു മാറ്റവും വരുന്നില്ല എന്നുള്ളത് കൂടിയാണ് നമുക്ക് മുമ്പിൽ ദൃശ്യമാകുന്ന ഒരു കാര്യം, വെളിച്ചപ്പെടുന്ന കാര്യം. ഇത് മാറിയില്ലെങ്കിൽ നാളെ എന്ത് സംഭവിക്കുമെന്നുള്ളത് നമുക്കൊന്നും നിർവചിക്കാനോ ചിന്തിക്കാനോ കഴിയില്ല. പോലീസിന് കേസെടുക്കാം, അന്വേഷണം നടത്താം, കുറ്റവാളികളെ ശിക്ഷിക്കാം. പക്ഷേ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്ക് സമൂഹത്തിലെ ഒരാൾ പോലും പോവാതിരിക്കുകയല്ലേ വേണ്ടത് എന്നുള്ള ഒരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്.